الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله على نبينا محمد وآله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിനെ തഖ്വ ചെയ്ത് സൂക്ഷ്മതയും ക്രമവും ചിട്ടയുമാർന്ന ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. മരിക്കുവോളം അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കാനും അതിനെ മാത്രം പിന്തുടരാനും ബാത്തുലാണെന്നറിഞ്ഞ് അതിനെ വർജിക്കാനും അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല വ്യത്യസ്തങ്ങളായ ഇബാദാത്തുകൾ നിയമമാക്കിയിരിക്കുന്നതിന് പല ലക്ഷ്യങ്ങളുണ്ട്. അള്ളാഹുവിൻ്റെ ഏത് നിയമങ്ങൾക്കും ലക്ഷ്യമുണ്ട് എന്നുള്ളതാണ് അഹ്ലുസുന്നയുടെ വിശ്വാസം. അതിൽ നിന്ന് തെറ്റിപ്പോയിരിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ അഹ്ലുസുന്ന വളരെ പ്രാധാന്യത്തോടെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്, അള്ളാഹുവിൻ്റെ ഏത് പ്രവർത്തികളാകട്ടെ ഏത് നിയമങ്ങളാകട്ടെ അതിൻ്റെ പിന്നിൽ ലക്ഷ്യങ്ങളുണ്ടാകും. ചിലത് പഠിപ്പിക്കപ്പെട്ടവകളാകാം, ചിലത് അതല്ലാത്തതാകാം. എങ്ങനെയാണെങ്കിലും അതിൻ്റെ പിന്നിൽ ചില ഹിക്മത്തുകൾ, ചില ലക്ഷ്യങ്ങളുണ്ട്. പരിശുദ്ധ റമദാനിലെ നോമ്പ്, മറ്റ് ഇബാദാത്തുകൾ, ഇതിനെ സംബന്ധിച്ച് പറയുന്ന ആയാത്തുകളിലെല്ലാം കാണാം, യാ അയ്യുഹല്ലദീന ആമനൂ കുത്തിബ അലൈക്കുമുസ് സിയാം എന്ന് തുടങ്ങുന്ന നോമ്പ് നിങ്ങളുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടു എന്ന് തുടങ്ങുന്ന ആയത്തിൻ്റെ ഒടുക്കം ഇങ്ങനെയാണ്, ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടിയിട്ടാണ്. തൊട്ടുശേഷം വരുന്ന ആയത്ത് ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്ന് തുടങ്ങുന്ന ആയത്തിൻ്റെ ഒടുവിൽ കാണാം, വലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ ശുക്റുള്ളവരായി തീരാൻ, നന്ദിയുള്ളവരായി തീരാൻ. ശേഷം വരുന്ന ആയത്തിൻ്റെ ഒടുവിൽ ഇങ്ങനെയാണ്, ലഅല്ലഹും യർഷുദൂൻ, അവർ സന്മാർഗം സിദ്ധിക്കുന്നവരാകാൻ, ശരിയായ വഴിയിലൂടെ സഞ്ചരിക്കാൻ വേണ്ടിയിട്ട്. ശേഷം നോമ്പിന്റെ ചില വിധിവിലക്കുകൾ പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയുകയാണ്, കദാലിക യുബയ്യിനുല്ലാഹു ആയാതിഹി ലിന്നാസ്, ഇപ്രകാരം ജനങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ആയാത്തുകൾ വ്യക്തമാക്കി വളരെ വിശദീകരിച്ചു കൊടുക്കുകയാണ്. ലഅല്ലഹും യത്തഖൂൻ, അവർ തഖ്വയുള്ളവരാകാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ പല ആയാത്തുകളിലും നമുക്കിത് കാണാൻ സാധിക്കും, ഈ ശൈലി. അപ്പോൾ നാം ചെയ്യുന്ന ഇബാദാത്തുകൾ കേവലം ചില യാന്ത്രികമായ പ്രവർത്തികൾ നടത്തുക എന്നുള്ളതല്ല. അതിനപ്പുറത്ത് അതിൻ്റെ ലക്ഷ്യം കണ്ടെത്തേണ്ടതുണ്ട്. അത് മുഖേന എന്താണ് ഉദ്ദേശിക്കപ്പെടുന്നത് അത് സാക്ഷാത്കരിക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ നിയമങ്ങൾ പാലിക്കുന്നത് മുഖേന ഒരു മനുഷ്യന് വലിയ നന്മകളുണ്ടാകും. ജീവിതത്തിൽ ദുനിയാവിലും ഉണ്ടാകും, നാളെ ആഖിറത്തിലും ഉണ്ടാകും. ഇത് നമുക്ക് അനുഭവവേദ്യമായ കാര്യങ്ങൾ തന്നെയാണ്. ഏത് നിയമമാകട്ടെ അതെങ്ങനെയാണ് അള്ളാഹു രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, റമദാനിൽ നമ്മൾ നോമ്പെടുക്കുന്നു, രാത്രി നമസ്കരിക്കുന്നു, ധാരാളം ഇബാദത്തുകൾ ചെയ്യുന്നു.
സ്വാഭാവികമായി നമുക്ക് തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കാൻ സാധിക്കുന്നുണ്ട്. മനസ്സിന് വലിയ സന്തോഷം ലഭിക്കുന്നുണ്ട്, നല്ല സ്വസ്ഥത ലഭിക്കുന്നുണ്ട്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള ദിവസങ്ങൾ റമദാനിലേതായിരിക്കും. എന്താണ് അതിന് കാരണം? അള്ളാഹുവിൻ്റെ നിയമങ്ങൾ ശക്തമായി കൃത്യമായി എന്ത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. നല്ല രീതിയിൽ അതിനെ നാം നിറവേറ്റുമ്പോൾ അതിൻ്റെ ഗുണം നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ്. ഇത് എന്നെന്നും നമുക്ക് നിലനിർത്തേണ്ടതുണ്ട്. അങ്ങനെ ജീവിതത്തെ ചിട്ടയുള്ള ജീവിതമാക്കി മാറ്റണം, ക്രമമുള്ള ജീവിതമാക്കി നമുക്ക് മാറ്റേണ്ടതുണ്ട്. അതിന് ഓരോ ദിവസവും എന്താണോ ഒരു വിശ്വാസി ചെയ്യണം എന്ന് അള്ളാഹു നിയമമാക്കിയിരിക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, അത് പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഓരോ മണിക്കൂറുകളും ചിട്ടയുള്ളതായിരിക്കണം. എന്താണ് ഒരു ദിവസത്തിൽ ഞാൻ ചെയ്യേണ്ടത് എന്നത് കൃത്യമായി നമ്മുടെ മുന്നിലുണ്ടാകണം. അത് പട്ടികയാക്കണം, ഷെഡ്യൂൾ ചെയ്ത് നാം അതിനനുസരിച്ച് മുന്നോട്ട് പോകണം. ഇത് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, വലാ തകൂനു കല്ലദീന നസുല്ലാഹ് ഫഅൻസാഹും അൻഫുസഹും ഉലൈക ഹുമുൽ ഫാസിഖൂൻ. ഒരു വിഭാഗം ആളുകളെ പോലെ നിങ്ങളാകരുത്, അവർ അള്ളാഹുവിനെ മറന്നു ജീവിക്കുന്നവരാണ്. അള്ളാഹുവിൻ്റെ നിയമങ്ങളെ സംബന്ധിച്ച് അവർ ബോധവാന്മാരല്ല, അതിനെ വിസ്മരിച്ചുകൊണ്ട് തോന്നിവാസികളായി ജീവിക്കുകയാണ്. അവിടെ അവർക്കുള്ള ശിക്ഷ എന്താണ്? ഫഅൻസാഹും അൻഫുസഹും. അള്ളാഹു അവരെക്കുറിച്ച് തന്നെ അവർക്ക് വിസ്മൃതി ഉണ്ടാക്കും, മറപ്പിച്ചു കളയും എന്നുള്ളത് അവർക്കുള്ള ശിക്ഷയാണ്. അവരാണ് ഫാസിഖീങ്ങൾ എന്ന് അള്ളാഹു പറയുന്നുണ്ട്. ഇതിന് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് വിശദീകരിക്കുന്നിടത്ത് പറയുന്നുണ്ട്, എങ്ങനെയാണ് നാം നമ്മെ തന്നെ മറക്കുക എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യന് എന്ത് ചെയ്താലാണോ ഗുണം ലഭിക്കുക, ദുനിയാവിൽ എനിക്ക് സന്തോഷം വേണം, വിജയം വേണം, ആഖിറത്തിൽ എനിക്ക് വിജയം വേണം, അതിന് ഞാൻ എന്താണോ ചെയ്യേണ്ടത് അതെനിക്ക് ചെയ്യാൻ സാധിക്കാതിരിക്കുക, ഇതാണ് നമ്മെ സംബന്ധിച്ച് നാം മറന്നു പോവുക എന്ന് പറഞ്ഞാൽ അതാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അങ്ങനെയാണ് അതിന് വിശദീകരിച്ചിരിക്കുന്നത്. അതായത് എൻ്റെ നഫ്സിന് എന്താണോ ഗുണം കിട്ടുന്ന കാര്യം അതെനിക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല, ഞാൻ എൻ്റെ ഗുണം, എൻ്റെ വിജയത്തിന് കാരണമാകുന്ന കാര്യങ്ങൾ മറന്നുപോയിരിക്കുകയാണ്. ഇതാണ് നമ്മെ മറപ്പിച്ച് കളയുക എന്ന് പറഞ്ഞാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഖിയാമത്ത് നാളിനോട് അടുത്തു വരുമ്പോൾ ആളുകളുടെ ബുദ്ധി എടുക്കപ്പെടും, ബുദ്ധി ഉയർത്തപ്പെടുമെന്ന് ചില ഹദീസുകളിൽ കാണാം. എന്താണ് അതിന്റെ അർത്ഥം? ആളുകളെല്ലാം മന്ദബുദ്ധികളായി തീരുമെന്നല്ല, ഉലമാക്കൾ അതിന് വിശദീകരിച്ചത് ഇപ്രകാരം തന്നെയാണ്. ബുദ്ധി ഉയർത്തപ്പെടുമെന്ന് പറഞ്ഞാൽ, ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ അവൻ പ്രവർത്തിക്കുന്നത്, അവൻ സംസാരിക്കുന്നത്, അവൻ്റെ കർമ്മങ്ങൾ, ഇതെല്ലാം അവന് നേട്ടമുള്ള കാര്യങ്ങളായിരിക്കും. എന്ത് ഞാൻ ചെയ്താലാണ്, എന്ത് പ്രവർത്തിച്ചാലാണ്, എന്ത് പറഞ്ഞാലാണ് എനിക്ക് ദുനിയാവിൽ രക്ഷപ്പെടാൻ സാധിക്കുക, ആഖിറത്തിൽ രക്ഷപ്പെടാൻ സാധിക്കുക, ഇതാണ് ബുദ്ധിയുള്ള ആളുകൾ ചെയ്യുക. എന്നാൽ ബുദ്ധിയില്ലാത്ത ആളുകൾ അവർ തോന്നിവാസികളായി ജീവിക്കും. അത് യഥാർത്ഥത്തിൽ അവനെ വലിയ പടുകുഴിയിൽ കൊണ്ടുപോയി ചാടിക്കുന്ന കാര്യങ്ങളായിരിക്കും. അതുകൊണ്ടാണ് അവർ മന്ദബുദ്ധികളായി തീർന്നു, അവരുടെ ബുദ്ധി എന്ത് ചെയ്യപ്പെട്ടു, ഉയർത്തപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാനുള്ള കാരണം അതാണ്. അതുകൊണ്ട് നമ്മുടെ സമയങ്ങൾ ചിട്ടയുള്ളതാക്കി തീർക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചിരിക്കുന്ന, നിർബന്ധമായും നാം ചെയ്യേണ്ട ചില കാര്യങ്ങൾ, ഐച്ഛികമായി ചെയ്യേണ്ട കാര്യങ്ങൾ നിയമമാക്കി തന്നിട്ടുണ്ട്. ഒരു ദിവസത്തിൽ എന്താണ് നാം ചെയ്യേണ്ടത്? ഇങ്ങനെയുള്ള ഈ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമുക്ക് ധാരാളം കാര്യങ്ങൾ നമുക്ക് ചിട്ടയുള്ളതാക്കി തീർക്കാൻ സാധിക്കും. അതായത് വലിയ വിജയങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്നുള്ളതാണ്. സമയം ധാരാളം നമുക്ക് ലാഭിക്കാൻ സാധിക്കും. വളരെ കുറച്ച് സമയം അള്ളാഹുവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്ന കർമ്മങ്ങൾ ശരിയായി ബോധത്തോടുകൂടി മനസ്സറിഞ്ഞ് ചെയ്യുകയാണ് എങ്കിൽ നമ്മുടെ മറ്റുള്ള ധാരാളം സമയം നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. സമയം നഷ്ടപ്പെടുത്തി കളയുന്ന ഒരവസ്ഥ ഉണ്ടാവുകയില്ല. പലപ്പോഴും ആളുകൾ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്, ധാരാളം സമയം ഉണ്ടാവും, ഒന്നും ചെയ്തിട്ടുണ്ടാവുകയില്ല. ധാരാളം കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടാകും. നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ദിവസത്തിൽ ഒന്നും തന്നെ ഗുണപ്രദമായിട്ട് ചെയ്തിട്ടുണ്ടാവുകയില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, 2 അനുഗ്രഹങ്ങൾ മനുഷ്യർക്ക് നൽകുന്നുണ്ട്. അതിനെ സംബന്ധിച്ച് ധാരാളം ആളുകൾ അശ്രദ്ധരാണ്. അത് അവരുടെ ആരോഗ്യമാണ്, അതേപോലെ തന്നെ ഒഴിവ് സമയങ്ങളാണ്.
ഇത് ശരിയായി നമുക്ക് ചിട്ടപ്പെടുത്താൻ സാധിക്കുന്നില്ല എങ്കിൽ വലിയ നഷ്ടമായിരിക്കും സംഭവിക്കുക. ഒരു ദിവസം ഒരു മനുഷ്യൻ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 5 നേരത്തെ നമസ്കാരം കൃത്യമായി നമസ്കരിക്കുക എന്നുള്ളതാണ്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അത് ജമാഅത്തായിട്ട് നമസ്കരിക്കണം. വർക്കഉ മഅർ റാക്കിഈൻ എന്നല്ലാഹു പറഞ്ഞതുപോലെ നമസ്കരിക്കുന്നവരുടെ കൂടെ നിങ്ങൾ നമസ്കരിക്കുക. ഇത് ചിട്ടയുള്ളതാക്കി തീർത്താൽ അത് തന്നെ ജീവിതം ഒന്ന് കുറവയാക്കുന്നതിന്, ഓർഡറാക്കുന്നതിന് ഏറ്റവും ഉപകരിക്കുന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, 5 സ്വലവാത്തിൻ 5 നമസ്കാരങ്ങൾ ഇഫ്തറദഹുന്ന അല്ലാഹു നിർബന്ധമാക്കിയിരിക്കുകയാണ്. അപ്പം നിർബന്ധമായി നമസ്കരിക്കേണ്ട 5 നേരമാണ്. ഇത് ഉലമാക്കൾ ഏകോപിച്ചിരിക്കുന്ന കാര്യമാണ്. 5 നേരം കൃത്യമായി നിർബന്ധമായി നമസ്കരിച്ചിരിക്കണം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഹ്സന വുദൂഅഹുന്ന, ഈ 5 നേരത്തെ നമസ്കാരത്തിന് വേണ്ടി ആരാണോ നന്നായി വുദൂ ചെയ്യുന്നത്, കൃത്യമായി ബോധത്തോടെ വുദൂ ചെയ്യുന്നു, വസല്ലാഹുന്ന ലിവഖതിഹിന്ന, അതിന്റെ അതാത് സമയങ്ങളിൽ കൃത്യമായി നമസ്കരിക്കുന്നു, വഅതമ്മ റുകൂഅഹുന്ന വഖുശൂഅഹുന്ന, അതിലെ അർക്കാനുകൾ, റുകൂഉകൾ, മറ്റു റുക്കുനുകളെല്ലാം പൂർണ്ണമാക്കി ചെയ്യുന്നു, അനക്കമടങ്ങിക്കൊണ്ട് ഖുശൂഅോടെ ഭയഭക്തിയോടെ നിർവഹിക്കുന്നു. അങ്ങനെ ആരെങ്കിലും ചെയ്താൽ കാന ലഹു അലയ്യ അഹ്ദുൻ, അള്ളാഹുവിന് അവനുമായിട്ട് ഒരു അഹ്ദുണ്ട്, ഒരു കരാറുണ്ടെന്നാണ്. എന്താണത്? അയ്യഗ്ഫിറ ലഹു, അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് പുറത്തു കൊടുത്തിരിക്കും എന്നുള്ളതാണ്. അവന്റെ പാപങ്ങൾ അള്ളാഹു വിട്ടുകൊടുത്തിരിക്കും, കൃത്യമായിട്ടാണ് ഇങ്ങനെ നമസ്കരിക്കുന്നത് എങ്കിൽ. എന്നാൽ വമൻ ലം യഫ്അൽ, ഇപ്രകാരം ഒന്നും ചെയ്യുന്നില്ല, അവൻ തോന്നുമസല്ലിയാണ്, തോന്നുന്നത് പോലെയൊക്കെയാണ്, കൃത്യമാർന്ന നമസ്കാരങ്ങളല്ല, ഇഷ്ടമുള്ളതുപോലെ ഇഷ്ടമുള്ള സമയങ്ങളിലാണ് നമസ്കരിക്കുന്നത്. എന്നാൽ ഫലൈസ ലഹു ഇൻദല്ലാഹി അഹ്ദുൻ, അവനുമായിട്ട് അള്ളാഹുവിന് ഒരു കരാറുമില്ല. ഇൻഷാ ഗഫറ ലഹു, ചിലപ്പോൾ പുറത്തു കൊടുത്തേക്കും, ഇൻഷാ അഅദബ, ചിലപ്പോൾ അവനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കുകയും ചെയ്തേക്കും. അപ്പൊ 5 നേരത്തെ നമസ്കാരം ചിട്ടയോടെ കൃത്യമായി അനുഷ്ഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിന്റെ ഗുണങ്ങളും ശ്രേഷ്ഠതകളും ധാരാളം പറയപ്പെട്ടിട്ടുണ്ട്. ഇതാണ് ഒരു മനുഷ്യന് ദിവസത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട മർമ്മപ്രധാനമായ കാര്യം. രണ്ടാമത്തേത്, അതിന് മുന്നെയും പിന്നെയുമായി നിയമമാക്കിയിരിക്കുന്ന റവാത്തിബ് സുന്നത്തുകളുണ്ട്. ഫർള് നമുക്ക് നിർബന്ധമായി ചെയ്യേണ്ടതാണ്. അതിന് മുന്നൊരുക്കം എന്നോണം നമ്മുടെ മനസ്സിനെ വ്യത്യസ്തങ്ങളായ ജോലികളിൽ നിന്ന് മുക്തമാക്കി അള്ളാഹുവിലേക്ക് തിരിക്കുന്ന പണിയാണ് മുമ്പുള്ള സുന്നത്ത് നമസ്കാരത്തിന്. പല പല ജോലികളിലായിരിക്കാം, കച്ചവടങ്ങളിലായിരിക്കാം, അധ്യാപനത്തിലായിരിക്കാം, പഠനത്തിലായിരിക്കാം, മറ്റുള്ള ജോലികളിലായിരിക്കാം. മനസ്സൊന്നും ചെയ്യുന്നു, തിരിക്കുകയാണ്, അള്ളാഹുവിന്റെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ്. ഒരാൾ വളരെ വേഗതയിൽ ഓടിപ്പടച്ചു വന്ന് നമസ്കരിക്കുന്നതും കൃത്യമായി വീട്ടിൽ നിന്ന് വുദൂ ചെയ്ത് നല്ല ബോധത്തോടെ മസ്ജിദിലേക്ക് വന്ന് തഹയ്യത്ത് നമസ്കരിച്ച് അല്ലെങ്കിൽ റവാത്തിബ് നമസ്കരിച്ച് ഫർള് നമസ്കരിക്കുന്നതും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. ഒരാൾ കൃത്യമായി തന്നെ വുദൂ ചെയ്താൽ തന്നെ അവന് നമസ്കാരം എന്തായിരിക്കും, ശാന്തമായി വുദൂ ചെയ്താൽ തന്നെ നമസ്കാരം കൃത്യമായി ചെയ്യാൻ സാധിക്കും എന്ന് ഉലമാക്കൾ പറയലുണ്ട്. അപ്പൊ അതിന് മുന്നൊരുക്കം നടത്തേണ്ടതുണ്ട്. ആ മുന്നൊരുക്കത്തിൽപ്പെട്ട ഒന്നാണ് റവാത്തിബ് സുന്നത്ത്, മുമ്പുള്ളതും അതേപോലെ ശേഷമുള്ളത്. ഇത് ഫർളിൽ സംഭവിച്ചിരിക്കുന്നതായ പോരായ്മകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഹാരമായി നൽകിയിട്ടുള്ളതാണ് എന്ന് ഹദീസുകളിൽ തന്നെ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സ്വല്ലാ 12 റക്അ, ആരെങ്കിലും 12 റക്അത്തുകൾ നമസ്കരിച്ചാൽ ഫീ യൗമിൻ വലീലത്തിൻ, രാവും പകലുമായി കൊണ്ട്, സുബ്ഹിന് മുമ്പ് 2 റക്അത്ത്, ളുഹറിന് മുമ്പ് 4 റക്അത്ത്, ശേഷം 2 റക്അത്ത്, മഗ്രിബിന് ശേഷം 2 റക്അത്ത്, ഇശാഇന് ശേഷം 2 റക്അത്ത്, ഇങ്ങനെ 12 റക്അത്ത് ആരെങ്കിലും ചിട്ടയോടെ നിർവഹിച്ചാൽ ബുനിയ ലഹു ബിഹിന്ന ബൈത്തുൻ ഫിൽ ജന്ന, അത് കാരണമായി സ്വർഗത്തിൽ അള്ളാഹു അവനൊരു ഭവനം നിർമ്മിക്കും, അവനൊരു ഭവനം നിർമ്മിക്കപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് വലിയ ശ്രേഷ്ഠതയാണ്. വളരെ കുറച്ച് സമയം മതി, പക്ഷേ ഇത് മുഖേന ലഭിക്കുന്ന നേട്ടമാകട്ടെ വലിയ നേട്ടമാണ്. ഇത് ആഖിറത്തിൽ അതിന്റെ നേട്ടം കിട്ടും എന്നുള്ളതിനോടൊപ്പം തന്നെ ദുനിയാവിലും അതിന്റെ നേട്ടങ്ങളുണ്ട്. ഈ ഹദീസ് ഉദ്ധരിക്കുന്നിടത്ത് ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ പറഞ്ഞത് കാണാം, ഫമാ തറക്തുഹുന്ന മുൻദു സമിഅതുഹുന്ന മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഈ ഹദീസ് കേട്ടതിൽ പിന്നെ ഞാൻ ഈ 12 റക്അത്തുകൾ ഉപേക്ഷിച്ചിട്ടേയില്ല
എന്ന് ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ പറയാണ്. ഉമ്മു ഹബീബയിൽ നിന്ന് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് അൻബസയാണ്. അൻബസയും ഇതേ വാക്യം പറയുകയാണ്. ഞാനിത് ഉമ്മു ഹബീബയിൽ നിന്ന് കേട്ടതിന് ശേഷം പിന്നീട് ഉപേക്ഷിച്ചിട്ടില്ല. അൻബസയിൽ നിന്ന് കേൾക്കുന്നത് അംർ ബിൻ ഔസാണ്. അംർ ബിൻ ഔസും അതേ വാക്യം തന്നെ പറയുന്നുണ്ട്. അംർ ബിൻ ഔസിൽ നിന്ന് അത് ഉദ്ധരിക്കുന്നത് നുഅ്മാൻ ബിൻ സാലിം റഹിമഹുള്ളയാണ്. അദ്ദേഹം ഇത് പറയുന്നുണ്ട്. അപ്പൊ സലഫുകൾ അത്രത്തോളം ജാഗ്രതയുള്ളവരായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്ന കർമ്മങ്ങൾ വളരെ ഉന്മേഷത്തോടെ അവർ ചെയ്യുമായിരുന്നു. അപ്പൊ ഇങ്ങനെ വളരെ കുറച്ച് സമയം വേണ്ടുന്ന കർമ്മങ്ങളാണ്. ഇത് കൃത്യമായി ചെയ്യുക എന്നുള്ളത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ജീവിതം ചിട്ടയുള്ളതാക്കി തീർക്കാൻ ഏറ്റവും ഗുണകരമായ കാര്യമാണ്. ഇതിൽ തന്നെ ചില നമസ്കാരങ്ങൾ ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപേക്ഷിക്കാത്തതുണ്ട്. ചില ഹദീസിൽ കാണാം, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യദഉ അർബഅൻ ഖബല അൽ-ളുഹ്രി വറകഅതൈൻ ഖബല അൽ-ഗദാത്ത്. ളുഹ്റിന് മുമ്പുള്ള 4 റക്അത്ത് നബി തീരെ ഉപേക്ഷിക്കുമായിരുന്നില്ല. അതേപോലെ സുബ്ഹിന് മുമ്പുള്ള 2 റക്അത്തും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തീരെ ഉപേക്ഷിക്കുമായിരുന്നില്ല എന്നാണ്. അതിന്റെ ശ്രേഷ്ഠത വലുതായിരുന്നു. മറ്റൊരു ഹദീസിൽ ഇങ്ങനെയാണ്, റക്അത്താ അൽ-ഫജ്രി ഖൈറും മിന ദുനിയ വമാ ഫീഹാ. ഫജ്റിന് മുമ്പുള്ള 2 റക്അത്ത് നമസ്കാരം ദുനിയാവും അതിലുള്ള സകല വസ്തുക്കളും ഒരാൾക്ക് ലഭിച്ചാൽ അവൻ എങ്ങനെയുണ്ടോ അതിനേക്കാളും മികച്ചതാണ്, അതിനേക്കാളും നേട്ടമുണ്ടാകുന്നതാണ് ഫജ്റിന് മുമ്പ് 2 റക്അത്ത് നമസ്കരിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ റവാത്തിബ് നമസ്കാരങ്ങൾ ചിട്ടയുള്ളതാക്കി തീർക്കുക എന്നുള്ളത് വിശ്വാസിയുടെ ഒരു ദിവസം ചെയ്യുന്ന ഇബാദത്തുകളിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. മൂന്നാമത്തെ കാര്യം, പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് മനുഷ്യർക്കൊന്ന ഒന്നടങ്കം വഴികാട്ടിയായി ഹുദയായി കൊണ്ടാണ് അല്ലാഹു നൽകിയിരിക്കുന്നത്. അതിനെ നാം സ്വീകരിക്കേണ്ടതുണ്ട്. അതുമായുള്ള ബന്ധം ശക്തമാക്കേണ്ടതുണ്ട്. ഖുർആൻ ദിനേന വായിച്ചുകൊണ്ടിരിക്കണം, പഠിച്ചുകൊണ്ടിരിക്കണം, പാരായണം ചെയ്തുകൊണ്ടിരിക്കണം, മനപ്പാഠം നടത്തിക്കൊണ്ടിരിക്കണം, അതിന്റെ വിശദാംശങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കണം. ഇതൊരു വിശ്വാസിക്ക് അനിവാര്യമാണ്. എത്രത്തോളം എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ, മൻ നാമ അൻ ഹിസ്ബിഹി, ഒരാൾക്കൊരു ഹിസ്ബുണ്ട്. ഹിസ്ബുണ്ട് എന്ന് പറഞ്ഞാൽ അവൻ ദിനേന ചെയ്യുന്ന ഖുർആൻ പാരായണം. ദിനേന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും ദിവസത്തിൽ ഇത്ര ജുസ് അല്ലെങ്കിൽ ഇത്ര ഭാഗം ഖുർആൻ പാരായണം നടത്തുമായിരുന്നു. അതിനാണ് ഹിസ്ബ് എന്ന് പറയുന്നത്, അവരുടെ വിറുദ്. ഇത് ആരെങ്കിലും മറന്നുപോയാൽ അല്ലെങ്കിൽ ഉറങ്ങിപ്പോയാൽ, രാത്രി അത് ഓതാതെ അവൻ ഉറങ്ങിപ്പോയി ക്ഷീണം കൊണ്ട്, അങ്ങനെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഫഖറഅഹു മാ ബൈന സ്വലാത്തിൽ ഫജ്ർ വ സ്വലാത്തിൽ ദുഹർ, ഫജ്റിന് ശേഷം ദുഹറിന് മുമ്പായി അവൻ അതിനെ പാരായണം ചെയ്യട്ടെ. കുതിബ ലഹു കഅന്നമാ ഖറഅഹു മിനൽ ലൈൽ, രാത്രിയിൽ അവനത് പാരായണം ചെയ്തതുപോലെ തന്നെ പ്രതിഫലം നൽകപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ഒരു ദിവസം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിനെ ഖളാ ആയി വീട്ടുന്നത് വരെയും എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ദിനേന എന്ത് ചെയ്യേണ്ടതുണ്ട്, ഖുർആൻ പാരായണം ചെയ്യേണ്ടതുണ്ട്. നബിയും സഹാബികളും അങ്ങനെയാണ്. സഹാബികളിൽ 3 ദിവസം കൊണ്ട് ഖുർആൻ ഖത്തം തീർക്കുന്ന ആളുകളുണ്ടായിരുന്നു, 7 ദിവസം കൊണ്ട്, അതേപോലെ തന്നെ 1 മാസം കൊണ്ട്, 7 ദിവസങ്ങൾ കൊണ്ട് ഖുർആൻ ഖത്തം തീർക്കുന്നവരായിരുന്നു സലഫുകളിൽ അധികവരും എന്നാണ് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഖുർആൻ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കണം, അത് പഠിച്ചുകൊണ്ടിരിക്കണം, അതുമായുള്ള ബന്ധം ശക്തമാക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ കാര്യമാണ്. അത് അർത്ഥമൊന്നും അറിയാതെ കേവല പാരായണം നടത്തിയാൽ തന്നെ പ്രതിഫലമാണ് എന്നാണ്. എന്നാൽ അതിന്റെ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുക തദബ്ബറോടെ, നല്ല ശക്തമായ ചിന്തയോടെ, മനസ്സിലാക്കിക്കൊണ്ട് ഗ്രഹിച്ചുകൊണ്ട് പാരായണം ചെയ്യുക എന്നുള്ളതാണ്. അലിഫ് ലാം മീം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അള്ളാഹുവിനെ അറിയൂ, ആർക്കും അറിയില്ല. മുഫസ്സിരിങ്ങൾ വ്യത്യസ്ത അർത്ഥങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. പക്ഷെ അലിഫ് എന്ന് പറഞ്ഞാൽ ഖുർആനിൽ നിന്ന് അലിഫ് ലാം മീം ഈ 3 അക്ഷരങ്ങൾ ഒരാൾ ഉരുവിട്ടാൽ 30 പ്രതിഫലമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അർത്ഥം അറിയില്ല എങ്കിൽ പോലും. എന്നാലും അതിന് കൂടുതൽ പഠനത്തിന് വിധേയമാക്കുക, അത് മനഃപ്പാഠം പഠിക്കുക, അതിന്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളൊരു വിശ്വാസിക്ക് അനിവാര്യമായ കാര്യമാണ്. ഇത് ഓരോ ദിവസവും പഠിച്ചുകൊണ്ടിരിക്കണം. പ്രത്യേകിച്ച് റമദാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ അലൈഹിസ്സലാമിനെ ഓതി കേൾപ്പിക്കുമായിരുന്നു. ആ ഹദീസിനെ മുൻനിർത്തിക്കൊണ്ട് ഉലമാക്കൾ പറയുന്നുണ്ട്, റമദാനിൽ പ്രത്യേകമായി കൊണ്ട് എന്നേക്കാൾ കൂടുതൽ ഖുർആൻ പഠിച്ചിരിക്കുന്ന ആളുകൾക്ക് ഞാനത് പാരായണം ചെയ്തു കൊടുക്കുക. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയെല്ലാം പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ടു പഠിച്ചു.
ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ എന്ത് ചെയ്തിട്ടുണ്ട്? ഓരോ ആയത്തിന്റെയും വിശദാംശങ്ങൾ നബിയോട് ചോദിച്ചു പഠിച്ചിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും. താബിഈ പണ്ഡിതന്മാർ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് അങ്ങനെ പഠിച്ചതായിട്ട് റിപ്പോർട്ടുകൾ കാണാം. ഓരോ ആയത്ത് പാരായണം ചെയ്യുന്നു, അതിന്റെ ആശയം എന്താണ്, അതിന്റെ ഉദ്ദേശം എന്താണ് എന്ന് ചോദിച്ചു പഠിക്കുമായിരുന്നു എന്ന് കാണാൻ സാധിക്കും. മറ്റൊരു കാര്യം, രാവിലെയും വൈകുന്നേരവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ദിക്റുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. വ്യത്യസ്തങ്ങളായ ദിക്റുകളുണ്ട്. ഇതൊരാൾ ചിട്ടയോടെ നിർവഹിച്ചാൽ വലിയ അത്ഭുതങ്ങൾ ഉണ്ടാകും. സുബ്ഹിന് ശേഷവും അസ്റിന് ശേഷവുമുള്ള അദ്കാറുകളാണ്. ധാരാളം ദിക്റുകളുണ്ട്. അതിലൊന്നാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നുള്ള വാക്യം വളരെ എളുപ്പത്തിൽ പറയാവുന്നതാണ്. അതിന്റെ പ്രതിഫലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. 10 അടിമകളെ മോചിപ്പിച്ചവന് തുല്യമാണവൻ. 100 നന്മകൾ അവന് രേഖപ്പെടുത്തപ്പെടും, 100 പാപങ്ങൾ അവന്റേത് മായ്ക്കപ്പെടും. ശൈത്വാനിന്റെ ഉപദ്രവത്തിൽ നിന്ന് വൈകുന്നേരം വരെയും അള്ളാഹുവിന് കാവലേകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് വലിയ അത്ഭുതങ്ങൾ ഉണ്ടാക്കുന്ന ദിക്റുകളാണ്. ഇത് ഒരു ഉദാഹരണത്തിന് പറഞ്ഞതാണ്. വേറെയും ധാരാളം ദിക്റുണ്ട്. കുറഞ്ഞ സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കാൻ സാധിക്കും. ലോകത്ത് വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ഇമാമുകളുണ്ട്. അവരെല്ലാം ജീവിതത്തിൽ ഈ അത്ഭുതങ്ങൾ കാണിച്ചത് ഇങ്ങനെയുള്ള ശരീഅത്തിൽ നിയമമാക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെയാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മഹുല്ലാഹ് സുബ്ഹിന് ശേഷം ധാരാളം ഇങ്ങനെ ഇരിക്കുമായിരുന്നു എന്നാണ്. ദിക്ർ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. അദ്ദേഹത്തോട് ചോദിക്കപ്പെടും, പറയും, എൻ്റെ ഈ ദിവസത്തേക്കുള്ള ഊർജ്ജം അതാണ്, എൻ്റെ അന്നമാണത്, എൻ്റെ ഭക്ഷണമാണത്, അതാണ് എൻ്റെ ജീവിതത്തിൽ മറ്റുള്ള സമയങ്ങളിൽ കൂടുതൽ എനിക്ക് ഉന്മേഷത്തോടെ അമലുകൾ ചെയ്യാൻ എന്നെ പ്രാപ്തമാക്കുന്നത് ആ ദിക്റുകളാണ് എന്ന് പറയുമായിരുന്നു. അപ്പോൾ കുറച്ച് സമയം മതി സുബ്ഹിന് ശേഷവും അതേപോലെ അസറിന് ശേഷവും അത് പൂർത്തിയാക്കുന്നതിലൂടെ, പഠിക്കുന്നതിലൂടെ വലിയ മാറ്റങ്ങൾ വിശ്വാസികളുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും. അള്ളാഹു കാര്യങ്ങളെ യഥാവിധം പഠിച്ച് മനസ്സിലാക്കി അമൽ ചെയ്യാൻ നല്ല തൗഫീഖ് നൽകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലമ അലാ നബിയ്യിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടെ ജീവിക്കാൻ ഒരിക്കൽ കൂടി എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. പരിശുദ്ധ റമദാനിൽ നാം ധാരാളം ഇബാദാത്തുകൾ ചെയ്യുന്നു, ചിട്ടയുള്ള ജീവിതം നയിക്കുന്നു, മനസ്സിന് നല്ല സന്തോഷം കിട്ടുന്നു. പക്ഷെ അത് റമദാനിലൂടെ അവസാനിച്ചു പോകേണ്ടതില്ല. എന്നെന്നും നമുക്ക് ഈ സന്തോഷം കൈവരണമെങ്കിൽ അതിന് തുടർച്ച വേണം, നൈരന്തര്യം വേണം. എന്നാലേ അതുകൊണ്ട് ഗുണമുണ്ടാവുകയുള്ളൂ. ഇത് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഒരു ദിവസം ഒരു മനുഷ്യൻ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില ഇബാദത്തുകളെ കുറിച്ചാണ് പറഞ്ഞത്. അതിൽ മറ്റൊന്നാണ് 5 നേരത്തെ നമസ്കാരങ്ങൾക്കൊടുവിൽ ശേഷം, അതേപോലെ രാത്രി കിടക്കാൻ സമയത്ത്, അതുപോലെ വ്യത്യസ്ത സമയങ്ങളിലുള്ള അദ്കാറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ പ്രാവർത്തികമാക്കുക. ഇതും വളരെ എളുപ്പമുള്ള വാക്യങ്ങളാണ്, എന്നാൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അതിൽപ്പെട്ട രണ്ടെണ്ണമാണ്. ഒന്ന്, നമസ്കാരങ്ങൾക്ക് ശേഷമുള്ള ദിക്റുകൾ. എത്ര എളുപ്പമാണ്, വളരെ കുറഞ്ഞ സമയം മതി. പക്ഷെ നമുക്കതിന് സാധിക്കുകയില്ല. ഇത് ശൈത്വാനിന്റെ ഇടപെടലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ രാത്രി കിടക്കാൻ നേരത്തെ ഒരു ഹദീസിൽ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖസ്ലതാൻ, 2 കാര്യങ്ങൾ, ലാ യുഹാഫിദു അലൈഹിമാ അബ്ദുൻ മുസ്ലിമുൻ ഇല്ലാ ദഖലൽ ജന്ന. ഏതൊരു മുസ്ലിമായ അടിമയാണോ അതിനെ മുഹാഫളത്ത് ചെയ്യുന്നത്, നിരന്തരം നിർവഹിക്കുന്നത്, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചിട്ടല്ലാതെയില്ല, സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കും. വഹുമാ യസീറുൻ, ആ 2 കാര്യങ്ങളും വളരെ എളുപ്പമാണ്. വമൻ യഅമലു ബിഹിമാ ഖലീൽ, എന്നാൽ അവ രണ്ടും ചെയ്യുന്നവർ വളരെ കുറച്ചാളുകളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷം 10 പ്രാവശ്യം സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ 10 വീതം. ഈ ഹദീസിൽ അങ്ങനെയാണ്. ചില ഹദീസുകളിൽ 33 പ്രാവശ്യം വീതമുണ്ട്, അതേപോലെ തന്നെ 25 പ്രാവശ്യം വീതമുണ്ട്. വ്യത്യസ്ത രീതിയിൽ അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സമയമില്ലാത്ത ആളുകൾക്കാണെങ്കിൽ 10 പ്രാവശ്യം വീതമെങ്കിലും പറയാം. എന്തെങ്കിലും അത്യാവശ്യമുണ്ട്, 10 പ്രാവശ്യം വീതമെങ്കിലും എന്ത് ചെയ്യാം, പറയാം. നബിയിൽ നിന്ന് സ്ഥിരപ്പെട്ട സുന്നത്ത് തന്നെയാണ്. അതേപോലെ തന്നെ മറ്റൊന്ന്, രാത്രിയിൽ കിടക്കാൻ നേരത്ത് 34 പ്രാവശ്യം അല്ലാഹു അക്ബർ, 33 സുബ്ഹാനല്ലാഹ്, 33 അൽഹംദുലില്ലാഹ്. ഇതിന്റെ ശ്രേഷ്ഠത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ചെയ്തു. ഒരാളിത് 10 പ്രാവശ്യം വീതം 5 നേരത്തെ നമസ്കാരത്തിന് ശേഷം പറഞ്ഞാൽ
നാവുകൊണ്ട് 150 പ്രാവശ്യം പറഞ്ഞു. എന്നാൽ അവനത് മുഖേന ലഭിക്കുന്ന പ്രതിഫലമാകട്ടെ അവന്റെ മീസാനിൽ അത് എന്തായിരിക്കും? വലിയ തൂക്കമായി 1500ഓളം ഇരട്ടിയായിട്ട് നൽകപ്പെടും. മറ്റ് 100 പ്രാവശ്യമാണ് രാത്രിയിൽ പറയുന്നത് എങ്കിൽ അതിന്റെ പ്രതിഫലം 1000ആയിട്ട് നൽകപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ സഹാബികൾ ചോദിച്ചു, എന്താണ് നബിയെ, ഇത് വളരെ എളുപ്പമാണ്, പക്ഷെ കുറച്ച് ആൾക്കാരെ ഇത് ചെയ്യുന്നുള്ളൂ, എന്താണ് അതിന് കാരണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഅതി അഹദക്കും, നിങ്ങളിൽ ഒരാളുടെ അടുക്കൽ വരും. ആരാണ് വരുന്നത്? യഅനി അശ്ശൈത്വാൻ, ഷൈത്വാൻ വരും. ഫീ മനാമിഹി, ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത്. ഫയുനവ്വിമുഹു ഖബ്ല അൻ യഖൂൽ, എന്നിട്ട് ഇത് പറയാൻ അവൻ കൂട്ടാക്കാതെ അതിന് മറപ്പിച്ചു കളയും. ഇത് പറയുന്നതിന് മുമ്പേ അവൻ ഉറക്കിച്ചു കളയും, ഉറക്കത്തിൽ പെടുത്തി കളയും. ഈ ദിക്ർ പറയാൻ സാധിക്കുകയില്ല. അപ്പോൾ ഉറങ്ങുന്ന സമയത്ത് അള്ളാഹുവിന് ദിക്ർ ചെയ്തിട്ട് കിടക്കുക വലിയ ഗുണമാണ്. അവന്റെ പ്രഭാതവും എന്ത് ചെയ്യും? വലിയ സന്തോഷത്തോടെ ഉന്മേഷത്തോടെ പ്രഭാതത്തിൽ ഉണരാനും സാധിക്കും. പക്ഷേ ഷൈത്വാൻ അതിനെന്ത് ചെയ്യും? തടസ്സമിടും, അവനെ മറപ്പിച്ച് കളയും. എന്നിട്ട് വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വയഅതിഹി ഫീ സ്വലാത്തി, നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഷൈത്വാൻ വരും. ഫയുദക്കിറുഹു ഹാജതഹു, എന്നിട്ട് അവന്റെ വ്യത്യസ്ത ആവശ്യങ്ങൾ അവനെക്കുറിച്ച് അവന്റെ മനസ്സിൽ തോന്നിപ്പിക്കും. നമസ്കാരം കഴിഞ്ഞ് ഇന്നടത്ത് പോകണം, ഇന്നയാളെ കാണണം, ഇന്ന പണി ചെയ്യണം എന്ന് പല പല തോന്നലുകൾ അവന്റെ മനസ്സിൽ ഇട്ടുകൊടുക്കും. ഖബ്ല അൻ യഖൂലഹ, അങ്ങനെ ഇത് പറയാതെ അവൻ എന്ത് ചെയ്യും? സലാം വിട്ടേൽ ഉടനെ എഴുന്നേറ്റ് പാഞ്ഞു പോകും. കാരണം വ്യത്യസ്ത ശുഗലുകൾ അവന്റെ മനസ്സിൽ, ചിന്തകൾ ഷൈത്താൻ ഇട്ട് കൊടുക്കുകയാണ്. വളരെ കുറഞ്ഞ 10 പ്രാവശ്യമെങ്കിലും സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ പറയാൻ എത്ര സമയം വേണം? ഇതുപോലും ഒരു മനുഷ്യനെ പറയാൻ സാധിക്കാത്ത രീതിയിൽ ഷൈത്താൻ അവിടെ ഇടപെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് അധികം ആളുകൾക്കും അത് പറയാൻ സാധിക്കാത്തത്. കുറച്ചാളുകൾക്ക് സാധിക്കുകയുള്ളൂ. നമുക്ക് കാണാൻ സാധിക്കുന്ന പ്രത്യക്ഷത്തിൽ ഷൈത്വാനിന്റെ ഈ ഇടപാട് നമുക്ക് കാണാൻ സാധിക്കും മനുഷ്യരിൽ. അതുകൊണ്ട് വളരെ കുറഞ്ഞ സമയത്തിൽ ചെയ്തു തീർക്കാവുന്ന ഇതുപോലുള്ളതായ അമലുകൾ നാം സൂക്ഷ്മതയോടെ നിർവഹിച്ചാൽ വലിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. റമദാനിൽ മാത്രമല്ല, അതല്ലാത്തപ്പോഴും മനസ്സിന് സന്തോഷം നൽകാൻ അത് മുഖേന സാധിക്കും. അള്ളാഹു നല്ല തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമ്മളുള്ള രോഗികൾക്ക് പരിപൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا اغفر لنا ولوالدينا كما ربونا صغارا. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. صلى الله وسلم على نبينا محمد وآله وصحبه أجمعين.